കൂടത്തായി കൊലപാതക കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലെത്തി. കേസിലെ 134ാമത്തെ സാക്ഷിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി വരികയാണ്. നാടിനെ നടുക്കിയ കൂടത്തായി കൊലപാതക കേസ് വിചാരണ നടപടികളാണ് അവസാന ഘട്ടത്തിലെത്തിയത്. 134 സാക്ഷികളുള്ള കേസിൽ അവസാനത്തെ സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആർ ഹരിദാസിൻ്റെ മൊഴിയെടുക്കലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാറാട് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് സി സുരേഷ് കുമാറിന് മുമ്പാകെയുള്ള മൊഴിയെടുക്കൽ 2 ദിവസം കൂടി തുടരും. തുടർന്ന് കേസിലെ മുഖ്യപ്രതി ജോളി ജോസഫ് അടക്കമുള്ള 4 പ്രതികളെ കോടതി ചോദ്യം ചെയ്യുന്ന നടപടികൾ ആരംഭിക്കും. ജോളിയെ കൂടാതെ MS മാത്യു, പ്രജികുമാർ, മനോജ് കുമാർ തുടങ്ങിയവരാണ് മറ്റ് പ്രതികൾ. നിലവിലെ 6 കേസുകളിൽ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയ കേസിലായിരിക്കും ആദ്യ വിധി. 2019 ഒക്ടോബർ 5-നായിരുന്നു മുഖ്യപ്രതി ജോളി അറസ്റ്റിലായത്. റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ റിട്ടയേർഡ് അധ്യാപിക പൊന്നമ്മ തോമസ്, മകനും ജോളിയുടെ ഭർത്താവുമായ റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ MS മാത്യു പഞ്ചാടിയിൽ, ടോം തോമസിൻ്റെ സഹോദരൻ്റെ മകനായ ഷാജൂസ് കറിയുടെ മകൻ ആൽഫൈൻ, ഷാജൂസ് കറിയുടെ ഭാര്യ സിലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ജയിലിൽ നിന്ന് ഡിഗ്രി പഠനം നടത്തുകയാണ് ജോളി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരിദാസിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനാൽ കഴിഞ്ഞ ദിവസം ഉച്ചവരെയായിരുന്നു സാക്ഷി വിസ്താരം നടത്തിയത്. അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ E സുഭാഷും അഭിഭാഷകനായ KP പ്രശാന്ത്, ഹിജാസ് അഹമ്മദ് എന്നിവരും ജോളിക്ക് വേണ്ടി ഹാജരായി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.